നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 27 വ്യാഴാഴ്ചയാണ്. ഇന്ന് മന്ത്ലി എക്സ്പയറി കൂടിയാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം എല്ലാവരും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നല്ല വോളറ്റാലിറ്റിക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണ്. നിഫ്റ്റിയിലേക്ക് വന്നാൽ തുടർച്ചയായ 6 ദിവസവും നഷ്ടത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് നമുക്ക് 10 മുതൽ 15 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇന്നലെ ഫോക്കസിൽ ഉണ്ടായിരുന്നത് ഹോങ്കോങ് മാർക്കറ്റ് ആയിരുന്നു. 3.5% ഇന്നലെ ഉയർന്നത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിൽ 4 ദിവസത്തെ നഷ്ടത്തിന് ശേഷം ചെറിയ പോസിറ്റിവിറ്റിയിലാണ് S&P 500 ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സ് കാത്തിരുന്ന എൻവിഡിയയുടെ റിസൾട്ട് പുറത്തു വന്നു. AI ഡിമാൻഡ് കാരണം ശക്തമായ Q4 റിസൾട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ ഫ്യൂച്ചർ ഔട്ട്ലുക്കും നല്ലതായതുകൊണ്ട് തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഹവറിൽ സ്റ്റോക്ക് നല്ലവണ്ണം ഉയരുകയുണ്ടായി. പ്രധാനമായും ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യേണ്ടത് വ്യാഴാഴ്ച ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയ്ക്ക് വേണ്ടിയാണ്. കൂടാതെ വെള്ളിയാഴ്ച PCE ഡാറ്റയും പുറത്തു വരുന്നുണ്ട്. ഇതിൽ കുറച്ചുകൂടി പ്രധാനപ്പെട്ടതായി ഫെഡറൽ റിസർവ് കാണുന്നത് PCE ഡാറ്റ തന്നെയായിരിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വന്നാൽ താരിഫുമായി ബന്ധപ്പെട്ട് 2 അപ്ഡേറ്റുകൾ ഇന്നലെ US നിന്നും വരികയുണ്ടായി. യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതികൾക്ക് 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. താൽക്കാലികമായി നിർത്തിവെച്ച മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ താരിഫ് ഏപ്രിൽ 2 മുതൽ ആരംഭിക്കും എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഏതായാലും എല്ലാ ലോക മാർക്കറ്റുകൾക്കും വലിയ വെല്ലുവിളി തന്നെയാണ് US മാർക്കറ്റ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ US ലിസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട കമ്പനികൾ, ഇന്ത്യൻ കമ്പനികൾ നോക്കിയാൽ ഇൻഫോസിസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. വിപ്രോ 0.30% ഇടിഞ്ഞു. ICICI ബാങ്ക് 0.43% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.32% ഇടിവുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി 0.53% ഇടിഞ്ഞു. യൂറോപ്യൻ വിപണി ഇന്നലെ ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ ഇപ്പോൾ കൂടുതൽ ഫോക്കസിലുള്ളത് ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ തന്നെയാണ്. 5% ഇടിവാണ് ഇന്നലെയും രേഖപ്പെടുത്തിയത്. അതായത് 1,09,000 എന്ന ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 25% ഇടിവാണ് ഇപ്പോൾ ബിറ്റ്കോയിനിൽ രേഖപ്പെടുത്തിയത്. സ്വർണ്ണവിലയിലേക്ക് വന്നാൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ തന്നെയാണ് ഗോൾഡ് പ്രൈസുകൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കുറച്ച് ദിവസമായി ഒരു കൺസോൾട്ടേഷൻ ഫേസിലൂടെയാണ് ഗോൾഡ് പ്രൈസ് കടന്നു പോകുന്നത്. ഇവിടെ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ആയിരിക്കുമോ ബ്രേക്ക് ഡൗൺ ആയിരിക്കുമോ ലഭിക്കുക എന്ന് കൃത്യമായി തന്നെ വാച്ച് ചെയ്യുക. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 64,400 രൂപയാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ നമ്മൾ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 50% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇപ്പോൾ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ഒരു വർഷത്തെ ഉയർന്ന നിരക്കിൽ നിന്ന് 50 മുതൽ 92% വരെയാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. സജീവമായി വ്യാപാരം നടക്കുന്ന 3700 കമ്പനികളിൽ ഏകദേശം 1006 ഓഹരികൾ 27%, 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് 50 മുതൽ 92% ഇടിഞ്ഞത്. ഇതിൽ തന്നെ വലിയ ആഘാതം നേരിട്ടത് മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെഗ്മെന്റിലുള്ള കമ്പനികൾക്കായിരുന്നു. സെൻസെക്സും നിഫ്റ്റിയും 2024 സെപ്റ്റംബറിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് 14% ഇടിഞ്ഞത്. എന്നാൽ BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 21% ഇടിഞ്ഞു. 20,000 കോടി രൂപയ്ക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ലാർജ് ക്യാപ് കമ്പനികളിൽ കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് ഓല ഇലക്ട്രിക് ആയിരുന്നു. 62% ഇടിഞ്ഞു. അദാനി ഗ്രീൻ 61%, വോഡാഫോൺ ഐഡിയ 59%, കൊച്ചിൻ ഷിപ്പ്യാർഡ് 56%, MRPL 56% എന്നിങ്ങനെയാണ് വലിയ ഇടിവുണ്ടാക്കിയ കമ്പനികൾ. ITC, അദാനി ടോട്ടൽ ഗ്യാസ്, ഓയിൽ ഇന്ത്യ, അദാനി ഗ്രീൻ എനർജി, ഹഡ്കോ, ന്യൂ ഇന്ത്യ അഷുറൻസ്, ഹിന്ദുസ്ഥാൻ സിങ്ക് തുടങ്ങിയവ 50 മുതൽ 54% വരെയും ഇടിഞ്ഞു. അടുത്തതായി ഡൽഹി എയർപോർട്ടിലെ ടിക്കറ്റ് നിരക്ക് വർധനവിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. AERA പുതിയ താരിഫ് നിർദ്ദേശം അംഗീകരിച്ചാൽ ഡൽഹി എയർപോർട്ടിലെ യാത്രക്കാരുടെ ടിക്കറ്റ് നിരക്ക് ആഭ്യന്തര വിമാനങ്ങൾക്ക് 1.5 മുതൽ 2% വരെയും അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് 0.5 മുതൽ 1% വരെയും വർദ്ധിച്ചേക്കും. അത്തരത്തിൽ ടിക്കറ്റ് നിരക്കിൽ വർധനവ് വരികയാണെങ്കിൽ അത് DIALന്റെ, അതായത് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ പാരന്റ് കമ്പനിയായിട്ടുള്ള GMR എയർപോർട്ട് ആൻഡ് ഇൻഫ്രയ്ക്ക് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. കൂടാതെ അദാനി എന്റർപ്രൈസിനെ സംബന്ധിച്ചും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാവാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അടുത്തതായി പുറത്തു വന്ന ഒരു കമ്പനിയുടെ റിസൾട്ടിലേക്കാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 20.4 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 298.6 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. എന്നാൽ റവന്യൂവിൽ വലിയൊരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 35% ഇടിവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി.
1237 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. 1914.4 കോടി രൂപയിലായിരുന്നു കഴിഞ്ഞ വർഷം റവന്യൂ ഉണ്ടായിരുന്നത്. അടുത്തത് ഭാരതി എയർടെൽ ആണ്. ഭാരതി എയർടെൽ ടാറ്റ ഗ്രൂപ്പുമായി അവരുടെ സാറ്റലൈറ്റ് ബിസിനസ്സുകൾ ലയിപ്പിക്കുന്നതിനുള്ള ചർച്ചയിലാണ്. അടുത്തത് KPI ഗ്രീൻ എനർജി എന്ന കമ്പനിയാണ്. മധ്യപ്രദേശിൽ വിവിധ സൗരോർജ്ജം, കാറ്റ്, ഹൈബ്രിഡ് തുടങ്ങിയ പദ്ധതികൾ സ്ഥാപിക്കുന്നതിനായി മധ്യപ്രദേശ് ഗവൺമെന്റ് പുനരുപയോഗ ഊർജ്ജ വകുപ്പുമായി കമ്പനി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അടുത്തതായി ടാറ്റ പവർ എന്ന കമ്പനി 5000 മെഗാവാട്ട് വരെയുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് കമ്പനി ആസാം ഗവൺമെന്റുമായി സഹകരിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 30,000 കോടി രൂപ നിക്ഷേപിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. അടുത്തത് കോഫോർജ് എന്ന കമ്പനിയാണ്. സ്റ്റോക്ക് സബ് ഡിവിഷനോ സ്പ്ലിറ്റിനോ വേണ്ടി കമ്പനി മാർച്ച് 4 ബോർഡ് യോഗം ചേരും. അടുത്തത് അൾട്രാടെക് സിമെന്റ് ആണ്. കേശോറാം ഇൻഡസ്ട്രീസുമായിട്ടുള്ള അറേഞ്ച്മെന്റ് സ്കീം 2025 മാർച്ച് 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ബോർഡ് പ്രഖ്യാപിച്ചു. കേശോറാം ഇൻഡസ്ട്രീസിന്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡർമാർ കൈവശമുള്ള 10 രൂപ വീതമുള്ള 52 ഇക്വിറ്റി ഷെയറുകൾക്ക് കമ്പനിയുടെ 10 രൂപ വീതമുള്ള ഒരു ഇക്വിറ്റി ഷെയർ കമ്പനി നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്തത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. ഇന്ററിം ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നതിനായി മാർച്ച് 5 ബോർഡ് യോഗം ചേരും. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ KSB, സനോഫി ഇന്ത്യ, സ്കാഫ്ലർ ഇന്ത്യ തുടങ്ങിയ കമ്പനികളാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസുമാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഓപ്ഷൻസ് ചെയ്യുന്നതിൽ 90% ആളുകൾ നഷ്ടത്തിലാണ് എന്ന് നമുക്കറിയാം. ഈ ഓപ്ഷൻസിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നറിയാതെ ഒരുപാട് പേർ നഷ്ടമുണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ ബേസിക് ആയ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു പോകുന്ന ഒരു 4 ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 1000 രൂപ മാത്രമാണ് ഫീസായി വരുന്നത്. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 3529 കോടി രൂപയ്ക്ക് FIS ചൊവ്വാഴ്ച സെല്ല് ചെയ്തിരുന്നു. DIS ആവട്ടെ 3031 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. ഇനി ഏഷ്യൻ മാർക്കറ്റുകളിലേക്കാണ്. ഇന്നലെ വ്യാപാരത്തിന്റെ അവസാന മണിക്കൂറിൽ ഹോങ്കോങ് മാർക്കറ്റ് ശക്തമായി കുതിച്ചുയരുകയുണ്ടായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വലിയ ഹബ്ബായി ഹോങ്കോങ് മാറാൻ പോകുന്നു എന്ന് വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ഹോങ്കോങ് മാർക്കറ്റ് 3.5% മുകളിൽ ഉയർന്നത്. അവിടുത്തെ ടെക് ഓഹരികൾ 5.5% ഉയരുകയുണ്ടായി. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.38% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 0.47% ഇടിവിലും സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,591 എന്ന നിലയിലാണ്. 30 പോയിന്റ് സബ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 10 മുതൽ 15 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ക്രൂഡ് ഓയിൽ ഇപ്പോൾ 2 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ക്രൂഡ് ഓയിൽ ഇൻവെന്ററികൾ പുറത്തു വന്നപ്പോൾ ഇന്ധന ശേഖരത്തിൽ ഒരു വർധനവാണ് US കണ്ടത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $72.29 പെർ ബാരൽ എന്ന നിലയിൽ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $68.78 പെർ ബാരൽ എന്ന നിലയിൽ 0.23% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി ചൊവ്വാഴ്ച ക്ലോസ് ചെയ്യുന്നത് 22,547-ൽ 5 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇതോടെ തുടർച്ചയായ 6ാമത്തെ ദിവസമാണ് നിഫ്റ്റി നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു ഇൻവേർട്ടഡ് ഹാമറിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കൂടാതെ ഒരു ബുള്ളിഷ് കാൻഡിൽ തന്നെയാണ് എന്നത് പോസിറ്റീവായിട്ട് തന്നെ കാണാം. നിഫ്റ്റി ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു സോണിനുള്ളിലായതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ RSI ഇപ്പോൾ ഒരു ഓവർ സോൾഡ് സിറ്റുവേഷനിലുണ്ട് എന്നതും പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഏതായാലും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഒരു ബൗൺസ് ബാക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏതായാലും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫെബ്രുവരി 24-ാം തീയതിയിലെ ഹൈ ആയിട്ടുള്ള 22,668 ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. കൂടാതെ അന്നേ ദിവസത്തെ ആ ഒരു ഗ്യാപ്പ് കൂടി ഫില്ല് ചെയ്യാനുണ്ട്. അതുകൂടി ഫില്ല് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അത്തരത്തിൽ ഇതെല്ലാം ക്രോസ് ചെയ്ത് വരികയാണെങ്കിൽ അപ്സൈഡിൽ 22,800 നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ ഒരു ലെവലാണ്. കൂടാതെ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന 22,700 എന്ന സ്ട്രൈക്ക് കൂടി അപ്സൈഡിൽ നോക്കേണ്ടതാണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 22,700 മുതൽ 800 വരെയുള്ള സോൺ തന്നെ ആയിരിക്കും. ഇനി ഒരുപക്ഷെ ഡൗൺ ആവുകയാണെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 22,500 തന്നെയാണ്. ഇനി ഒരുപക്ഷെ ചൊവ്വാഴ്ചത്തെ ലോ ആയിട്ടുള്ള 22,513 ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 22,413 ആണ്. 20 മന്ത് EMI ഉള്ളത് ഈ ഒരു ലെവലിലാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,700, അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്.
പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,600, അതിനുശേഷം 22,500 സ്ട്രൈക്കും അതിനുശേഷം 22,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,700-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 22,500 സ്ട്രൈക്കിൽ 7% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ചെറിയൊരു ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 33% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണുള്ളത്. 22,450 സ്ട്രൈക്കിൽ 11% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിൽ കാണാം. 39% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്, കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പാണത്. 22,500 സ്ട്രൈക്കിൽ 9% വർധനവ് മാത്രം, ഒരു ചെറിയ ലോങ് ബിൽഡപ്പ്. 67% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,608-ൽ 43 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ തിങ്കളാഴ്ച ഒരു ഹാമർ ക്യാൻഡലിന് സമാനമായ ക്യാൻഡലും ചൊവ്വാഴ്ച ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജിക്ക് സമാനമായ ക്യാൻഡലുമാണ് ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ആദ്യം ശ്രദ്ധിക്കേണ്ടത് 48,950 അതിനുശേഷം 49,740 അപ്സൈഡിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവലാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 48,041 ആദ്യമായി നമ്മൾ ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 50,000-ലാണ് കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്, അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 48,500, അതിനുശേഷം 47,500 സ്ട്രൈക്കും അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,500-ഉമാണ്. ഇനി നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു ട്രേഡിൽ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കൃത്യമായിട്ടുള്ള ട്രെൻഡ് ലൈനും അതുപോലെ സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഇതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. കൂടാതെ അത്യാവശ്യം നല്ലവണ്ണം ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്തിട്ട് മാത്രം നിങ്ങളുടെ ട്രേഡുകൾ എടുക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്തിരിക്കുന്നത് OI പൾസ് എന്ന സൈറ്റിലൂടെയാണ്. അപ്പോൾ ആർക്കെങ്കിലും അതിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി പുതിയ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്ക് ഏറെ സഹായകമാകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.